പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിക്കുള്ള ഉപദേശവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് റഷ്യയാണ്. അത് വളരെ വലിയ രാജ്യമാണ്. ചിലപ്പോൾ വലുപ്പം പൊതുവെ വിജയിക്കും എന്ന് ട്രംപ് തത്വചിന്ത പുറത്തെടുത്തതോടെ യുക്രൈനിനെ പോരാട്ടം നിർത്തുന്നതാണ് നല്ലതെന്ന ഉപദേശം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുമ്പോൾ എന്തിനാണ് പോരാട്ടം തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് ട്രംപ് സൗകര്യപൂർവ്വം ഒന്നും പറഞ്ഞില്ല. ട്രംപിന്റെ വാദം ഇതാണ്: നിർണായക പ്രദേശങ്ങൾ നഷ്ടമായ സ്ഥിതിക്ക് സെലൻസ്കിനെ കടുംപിടുത്തം തുടരരുത്, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കണം. അതായത് കയ്യിലുള്ളത് കിട്ടിയെന്ന് കരുതി സന്തോഷിച്ച് സമാധാനമായി ഇരിക്കുക. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കാനായി തങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തോട് പ്രതികരിക്കാൻ സെലൻസ്കിക്ക് ദിവസങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ അത്യുഗ്രൻ സമ്മർദ്ദതന്ത്രം കേട്ട് സെലൻസ്കിക്ക് ഒരു കുലുക്കവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന് നിയമപരമോ ധാർമ്മികമോ ആയ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് എന്ന മട്ടിലായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. അവസാനമായി ട്രംപ് ഒരു സുപ്രധാന വസ്തുതയിലേക്ക് കൂടി വിരൽ ചൂണ്ടി. യുദ്ധം കാരണം അധികാരം നീട്ടിക്കൊണ്ടുപോകുന്ന സെലൻസ്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായി ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം. യുദ്ധം ഒരു മറയാക്കി ജനാധിപത്യ പ്രക്രിയകളെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പുടിൻ നേരത്തെ ഉയർത്തിയ അതേ ധാർമ്മിക ചോദ്യം തന്നെയാണ് ട്രംപും ഇപ്പോൾ ശക്തമായി ഉന്നയിക്കുന്നത്. ഇതോടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ യുക്രൈനുമേൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം വർദ്ധിച്ചു. തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം അംഗീകരിച്ച് യുക്രൈൻ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരണമെന്ന യഥാർത്ഥ ബോധമുള്ള നിലപാടാണ് ട്രംപ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്.